കാശിന് കാശ്, പൊങ്ങച്ചത്തിന് പൊങ്ങച്ചം, മണ്ടത്തരത്തിന് മണ്ടത്തരം, എല്ലാം കൊണ്ട് യോഗ്യനായ മനുഷ്യൻ. അതാരാ? എന്റെ കൂടെ നിന്ന് രോഹൻ ഒരു ദിവസം ഒരു വാഹന പ്രചരണത്തിൽ കയറി നിൽക്കുമ്പോൾ രോഹൻ ഞെട്ടും. ഒരു ഇലക്ഷൻ നിന്നാ പുഷ്പം പോലെ ജയിച്ചു പോരും. അത്രയ്ക്ക് നല്ല പേരാ എനിക്ക് അവിടെ. ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് RSSന്റെ മുതിർന്ന നേതാക്കന്മാർ ഓരോ മണ്ഡലത്തിലും വരും. ഇതാരാ? ഇത് നമ്മുടെ പുതിയ പയ്യനാ, യൂത്തിന്റെ. മനസ്സിലായി. അപ്പോൾ അവർ മാറി നിന്ന് സംസാരിക്കുന്നത്, ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഫ്ലെക്സുകൾ സൈഡിൽ ഇങ്ങനെ ഞാൻ തന്നെ കുറച്ച് ഫ്ലെക്സുകൾ ഇങ്ങനെ സൈഡിലൂടെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇവർ അവിടെ നിന്ന് മാറി എന്ന് പറഞ്ഞത്, അഖിലിന് ഈ കിട്ടുന്ന സ്വീകാര്യതയൊക്കെ വോട്ടായി മാറിയാൽ ഭൂരിപക്ഷം 10,000 കിടക്കുമെന്നാണ് അവർ ചർച്ച. ഭൂരിപക്ഷം 10,000 കിടക്കുമെന്നാണ് അവർ ചർച്ച. എന്തിനാ പാവത്തിനെ പറഞ്ഞിളക്കി വിട്ടത്? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. എന്നിട്ട് അവർ അപ്പം അപ്പുറത്ത് നിന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ പറയുന്നു, അല്ല അത് നമ്മുടെ ഇന്നാൾ മത്സരിച്ച സമയത്ത് അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ അവരുടെ ചർച്ചകൾ പൊട്ടനൊന്നും മനസ്സിലായില്ല. അല്ലെന്നെ മമ്മൂക്കിനെ ഇഷ്ടപ്പെടുന്ന ഇത്രയും ലക്ഷങ്ങളുണ്ട്. രാഘവൻ പറഞ്ഞത് വാസ്തവം. ഈ മമ്മൂക്കിനെ ഇഷ്ടപ്പെടുന്ന ഇത്രയും ലക്ഷങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിരുന്നുണ്ടെങ്കിലേ അല്ലേ എത്ര ഇതുണ്ട്. അപ്പൊ അല്ലെന്നെ മമ്മൂക്കി ഇഷ്ടപ്പെടുന്ന എത്ര ലക്ഷങ്ങളുണ്ടെങ്കിലേ അത്ര തന്നെ പേര് തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു നിർബന്ധവും. അല്ലെന്നെ മമ്മൂക്കി ഇഷ്ടപ്പെടുന്ന എത്ര ലക്ഷങ്ങളുണ്ടെങ്കിലേ അത്ര തന്നെ പേര് തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു നിർബന്ധവും. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂളാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ടോ. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? നല്ല സുഖമുണ്ട്. സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറി കിട്ടി. അതാണ് എന്റെ സന്തോഷം.